നമുക്കറിയാം SAP മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഇപ്പോൾ നിലവിൽ സോഴ്സിംഗ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്ന ഒരു പേരിലേക്ക് മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ പറയുന്നൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ SAP ECC എന്ന് പറയുന്നൊരു വെർഷനിൽ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു ടേം യൂസ് ചെയ്യുന്നു. അത് ECCയിൽ നിന്നും HANA എന്ന് പറയുന്നൊരു വെർഷനിലേക്ക് കൺവേർട്ട് ആയി കഴിഞ്ഞപ്പോൾ ആ ഒരു മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു ടേം മാറി സോഴ്സിംഗ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് എന്ന് വന്നു. പക്ഷേ ഇതിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന കണ്ടൻസ് അല്ലെങ്കിൽ അതിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ബിസിനസ് പ്രോസസ്സ് ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ നമ്മൾ മെയിൻലി ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെറ്റീരിയൽസ് ആൻഡ് സർവീസസ് എന്ന് പറയുന്ന കാര്യങ്ങളുടെ പ്രൊക്യൂർമെൻറ്റ് സൈഡും അതേപോലെ തന്നെ ഒരു മെറ്റീരിയൽ നമ്മൾ പ്രൊക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊക്യൂർ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസിന് വെയർഹൗസിലേക്ക് അതല്ലെങ്കിൽ സ്റ്റോക്കിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളുമാണ് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു മൊഡ്യൂൾ നമ്മൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഴ്സിംഗ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നൊരു മൊഡ്യൂളിൽ നമ്മൾ കൂടുതലും ഹാൻഡിൽ ചെയ്യുന്നത് ഒരു മെറ്റീരിയൽസിൻ്റെ പർച്ചേസിംഗ് എന്ന് പറയുന്നൊരു കാര്യത്തെക്കുറിച്ചിട്ടായിരിക്കും. പക്ഷേ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു മൊഡ്യൂളിൽ അതിൻ്റെ പർച്ചേസിങ്ങും ഒപ്പം അതിൻ്റെ ഇൻവെൻട്രി സെക്ഷനും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ SAP എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ അതൊരു ERP സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു പ്രത്യേക സെഗ്മെൻറ്റ്സ് മാത്രം വെച്ചുകൊണ്ട് സോഫ്റ്റ്വെയർ റൺ ചെയ്യിക്കാൻ സാധിക്കുന്നതല്ല. പർച്ചേസിംഗ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് സർവീസസ് വിച്ച് വിൽ ബി കമ്മിങ് അണ്ടർ P2P സൈക്കിൾ. P2P സൈക്കിൾ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ അണ്ടറിൽ വരുന്നൊരു കാര്യമാണ് ഒരു മെറ്റീരിയൽസിൻ്റെയോ സർവീസസിൻ്റെയോ പർച്ചേസിംഗ് എന്ന് പറയുന്നൊരു കാര്യം. ഈ പറയുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ സോഴ്സിംഗ് ആൻഡ് പ്രൊക്യൂർമെൻറ്റിലും അതേപോലെ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റിലും റൺ ചെയ്യിക്കുന്നത്. പക്ഷേ ഇതിൽ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെൻട്രി എന്ന് പറയുന്ന ഒരു കാര്യം. ആ ഒറ്റൊരു കേസിൽ മാത്രമാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത്. മെറ്റീരിയൽസ് മാനേജ്മെൻറ്റിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഇൻവെൻട്രിയുടെ A to Z എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പോൾ സോഴ്സിംഗ് ആൻഡ് പ്രൊക്യൂർമെൻറ്റിൽ അവിടെ വരുന്ന സോഴ്സ്, അതായത് നമുക്ക് മെറ്റീരിയൽസോ സർവീസസോ സപ്ലൈ ചെയ്യുന്ന ആ ഒരു വ്യക്തിക്കായിരിക്കും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ചെയ്യുന്നത്. ഇതാണ് പെർട്ടിക്കുലർലി മെറ്റീരിയൽസ് മാനേജ്മെൻറ്റും അതേപോലെ സോഴ്സിംഗ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്ന ഈ പറയുന്ന രണ്ട് ടോപ്പിക്സ് തമ്മിൽ വരുന്ന ഒരു വ്യത്യാസം. ബേസിക്കലി ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും സെയിം തന്നെയാണ്. ECC എന്ന് പറയുന്ന ഒരു വേർഷനിൽ നിന്നും HANAയിലേക്ക് കൺവേർട്ട് ആയപ്പോൾ ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു ടേം മാറി എന്നുള്ളത് മാത്രമാണ്. സോ സോഴ്സിംഗ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് വരുന്നൊരു അഡ്വാൻറ്റേജ്? അതായത് സിമ്പിളായ ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് ഞാൻ പറയാം. ലോകത്ത് ഏതൊരു ബിസിനസ്സും 3 കാര്യങ്ങളില്ലാതെ ഒരിക്കലും റൺ ചെയ്യിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഒന്ന് അവരുടെ അക്കൗണ്ട് സെഗ്മെൻറ്റ്, സെക്കൻഡ് അവരുടെ സെയിൽസ് സെഗ്മെൻറ്റ്, തേർഡ് അവരുടെ പർച്ചേസിങ് സെഗ്മെൻറ്റ്. ഏതൊരു ബിസിനസ്സിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഈ പറയുന്ന ഏതൊരു ബിസിനസ്സിലും ഈ പറയുന്ന 3 സെഗ്മെൻറ്റ്സ് ഇല്ലാതെ ഒരു ബിസിനസ്സും റൺ ചെയ്യിക്കുന്നതല്ല. സോ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു മൊഡ്യൂൾ അല്ലെങ്കിൽ സോഴ്സിംഗ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നൊരു മൊഡ്യൂൾ ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മൾ ഡീൽ ചെയ്യുന്നത് പർച്ചേസിംഗ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് സർവീസസ്. അതായത് ഏതൊരു കമ്പനിയിലും നടക്കുന്ന ഒരു ബിസിനസ് പ്രോസസ്സിൻ്റെ കോർ പ്രോസസ്സാണ് നമ്മൾ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ സോഴ്സിംഗ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നൊരു മൊഡ്യൂളിൽ ഡീൽ ചെയ്യുന്നത്. സോ ഏതെല്ലാം കമ്പനീസിൽ അവിടെ പർച്ചേസിംഗ് നടക്കുന്നുണ്ടോ ഈ പർച്ചേസിംഗ് നടക്കുന്ന എല്ലാ കമ്പനീസിലും നമ്മൾക്ക് ഒരു വർക്ക് നേച്ചർ അവിടെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. മോർ ദാൻ 300 crores റവന്യൂ വരുന്ന ഏതൊരു കമ്പനീസിലും അവർ യൂസ് ചെയ്യുന്ന അവരുടെ ERP സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SAP എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അതിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു കേസ് എന്താണെന്നുള്ളത്. അതിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന മെയിൻ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പർച്ചേസിംഗ് ആണ്. ഈ പറയുന്ന 300 crores റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന എല്ലാ കമ്പനീസിലും പർച്ചേസിംഗ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് ഇല്ലാതെ അവർക്ക് ഒരിക്കലും അവരുടെ ബിസിനസ് റൺ ചെയ്യിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സോഴ്സിംഗ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിനെ കുറിച്ച് SAP ബേസ് ചെയ്തുകൊണ്ട് നോളജുള്ള ഏതൊരു വ്യക്തിക്കും ഈ പറയുന്ന ഇൻഡസ്ട്രീസിലേക്ക് കടന്നു ചെല്ലാവുന്നതാണ്. സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിലോ, മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയിലോ, ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൽ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിലോ, ട്രേഡിംഗ് ഓറിയൻറ്റഡ് ആയിട്ട് ബിസിനസ് റൺ ചെയ്യുന്ന ഇൻഡസ്ട്രിയിലോ, ഈ പറയുന്ന എല്ലാ ഇൻഡസ്ട്രിയിലും പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ റൺ ചെയ്യുന്നുണ്ട്. ലൈക്ക് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സോഴ്സിംഗ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം SAPയുടെ സോഴ്സിംഗ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ പഠിച്ചിരിക്കുന്ന സ്റ്റുഡൻസിന് അവിടെ അവർക്കെല്ലാം വർക്ക് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് വർക്ക് ചെയ്യുവാൻ വേണ്ടി, അതായത് സോഴ്സിംഗ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ സെലക്ട് ചെയ്തുകൊണ്ട് അതിലത്തെ നോളജ് വെച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന വ്യക്തികൾ ആരെല്ലാമാണ്? മെയിൻലി പർച്ചേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റിയാണ്. എന്താണ് ലോജിസ്റ്റിക്സ് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കേസാണ്. അതായത് ഒരു പ്രൊഡക്റ്റ് എൻഡ് കസ്റ്റമറിൻ്റെ കയ്യിലേക്ക് എത്തുന്നത് വരെയുമുള്ള
ഒരു പ്രോസസ്സ്. ഈ ഒരു പ്രോസസ്സാണ് ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി. അപ്പോൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഓക്കെ, അതിനെല്ലാം ഷോർട്ടാക്കി ഞാൻ ജസ്റ്റ് പറയുന്നത് ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ്. ഈ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് പർച്ചേസിങ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി ലോജിസ്റ്റിക്സ് ഫീൽഡുമായി ബന്ധപ്പെട്ടു വരുന്ന എല്ലാവർക്കും ഈ പറയുന്ന സോഴ്സിങ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു മൊഡ്യൂൾ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. അതേപോലെ തന്നെ മെക്കാനിക്കൽ എൻജിനീയേഴ്സിന്, അതല്ലെങ്കിൽ ഒരു MBA സ്റ്റുഡൻറ്റിന്, അതല്ലെങ്കിൽ ഒരു BBA സ്റ്റുഡൻറ്റിന്, ഇവർക്കെല്ലാം ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു കാര്യമായി വളരെയധികം ബന്ധമുള്ളൊരു സ്റ്റുഡൻസാണ്. അപ്പോൾ ഇവർക്കെല്ലാം SAP MM അല്ലെങ്കിൽ സോഴ്സിങ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ കരിയർ ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. സോ SAP എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ് പ്രോസസ്സ് റൺ ചെയ്യുന്ന ടോപ്പ് 20 കമ്പനീസിൻ്റെ ലിസ്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾക്ക് വളരെ പരിചിതമായിട്ടുള്ളതും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെയുമായിട്ടുള്ള കമ്പനീസാണ് ഇതെല്ലാം. ഹീറോ, MRF, ടാറ്റ, പെപ്സിക്കോ, സാംസങ്, വോൾട്ടാസ്, ബ്രിട്ടാനിയ, ടൈറ്റാൻ, ഇങ്ങനെ ഇപ്പോൾ തുടങ്ങുന്ന ഓരോ കമ്പനീസ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടി നമുക്ക് ഓരോ ഇൻഡസ്ട്രി സെക്ടേഴ്സ് വൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ അപ്പോളോ ടയേഴ്സ്, ഹീറോ, മഹീന്ദ്ര, MRF, ടാറ്റ, ബജാജ്, TVS, ഫോർഡ് തുടങ്ങിയിരിക്കുന്ന ഒട്ടനവധി കമ്പനീസ്, അതായത് ഇപ്പോൾ ഇന്ത്യയിൽ ലീഡ് ചെയ്യുന്ന എല്ലാ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലും SAP എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ടാണ് അവരുടെ ബിസിനസ് പ്രോസസ്സ് റൺ ചെയ്യിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ദെൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലേക്ക് നോക്കുമ്പോൾ റിലയൻസ്, ONCG, BORL, ഇന്ത്യൻ ഓയിൽ, BPCL. BPCL എന്ന് പറയുമ്പോൾ അതൊരു കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന ഒരു ബിസിനസ്സാണ്. സോ ഈവൻ ഗവൺമെൻറ് സെക്ടേഴ്സിൽ പോലും SAP എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ കൺസ്യൂമർ പ്രോഡക്ട്സിലേക്ക് നോക്കുമ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ബിഗ് ബസാർ, വിശാൽ മാർട്ട്, വീഡിയോകോൺ, ഒണിഡ, സോണി, ഈ പറയുന്ന ഓരോ കമ്പനീസിൽ. അതേപോലെ തന്നെ എൻജിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനീസിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഹെൽത്ത് കെയർ കമ്പനീസിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഇൻഡസ്ട്രിയൽ മെഷീനറി കമ്പോണൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ടെലി കമ്മ്യൂണിക്കേഷൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാലും കെമിക്കൽ കമ്പനീസ്, ദെൻ ഫാർമസ്യൂട്ടിക്കൽസ്, ദെൻ ഗവൺമെൻറ് സെക്ടേഴ്സ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈവൻ ഗവൺമെൻറ് സെക്ടേഴ്സിൽ പോലും SAP എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ടാണ് അവർ അവരുടെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സോ ഓരോ ഇൻഡസ്ട്രി ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴും നമുക്ക് ആ ഓരോ ഇൻഡസ്ട്രിയിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഓരോ കമ്പനീസിനെയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. SAP എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നൊരു മൊഡ്യൂളിൽ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമാണിപ്പോൾ. സോ ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഓരോ ഇൻഡസ്ട്രീസിലും ബേസ് ചെയ്തുകൊണ്ട് അവരിൽ വരുന്ന ഓരോ കമ്പനീസിലുമാണ് നമുക്ക് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സോഴ്സിങ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നത്.